കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനകൾ വിരണ്ടോടിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച 3 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകും. ലീല, അമ്മുക്കുട്ടി, രാജൻ എന്നിവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ദുഃഖസൂചകമായി കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിൽ ഇന്ന് സംയുക്ത ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറുവിലങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ഇന്നലെ വൻ ശബ്ദത്തോടെ പടക്കം പൊട്ടിയതോടെയാണ് ആനകൾ വിരണ്ടോടിയത്. പീതാംബരൻ എന്ന ആന വിരണ്ട് സമീപത്തുണ്ടായിരുന്ന ഗോകുൽ എന്ന ആനയെ കുത്തുകയും ആ ആന കമ്മിറ്റി ഓഫീസിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുകയുമായിരുന്നു. ഇതിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 31 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ പലരും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിങ്ങനെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഇതൊക്കെ സംഭവിച്ച അവിടെ ആന അടഞ്ഞോടിയതാണ്. വരവിലുള്ള ഇത് അമ്പലത്തിലുള്ള ആന രണ്ടാനകള് ഒരു ആനയ്ക്കാണ് മതപ്പാട് ഇതായത്. അത് വേറൊരു ആന ഇതാക്കിയതാണ് അതിൽ സംഭവിച്ചത്. അതിൽ 20 പല പെണ്ണുങ്ങളും ഈ ഊട്ടുപുരയിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അപകടം പറ്റിയതാണ്. അതാണ് കാലും കൈയൊക്കെ സ്ക്രാച്ച് പറ്റിയതൊക്കെ. ആന നേരെ ആളുകൾക്കിടയിലേക്കാണ് ഓടിപ്പോയത്. അമ്പലത്തിൻ്റെ നടയിലുള്ള ആനയാണ് ഈ ആക്രമം ഇതാക്കുന്നത്. ആ കെട്ടിടം തകർന്നു വീണിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പരിക്ക് പറ്റിയ ആൾക്കാരാണ് ഇതിൻ്റെ ഉള്ള എല്ലാവരും. ആന ഇടിച്ചപ്പോൾ വീണതാ? ആന ഇടിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ പ്രാണരക്ഷാർത്ഥം അതിൻ്റെ ഉള്ളിലേക്ക് ഓടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ എല്ലാവർക്കും അപകടം പറ്റിയത്. അവരാണ് ഇപ്പം ഈ ആൾക്കാരൊക്കെ കൂടുതൽ. പെണ്ണുങ്ങളൊക്കെ 2 ആൾക്കാർ 2 സ്ത്രീകൾ മരിച്ചതൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ട ആൾക്കാരാണ്. കെട്ടിടത്തിനുള്ളിൽ പെട്ടു. ഇവർ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം ചെയ്താ. കാരണം വെച്ചാൽ ആ വെടിക്കെട്ടിൻ്റെ അവിടെ വെച്ചിട്ടൊരു വെടിക്കെട്ട് പൊട്ടി ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം അത് ആരാ ചെയ്തത്, എന്താ ചെയ്തതെന്നു അറിയില്ല. കാരണം 2 ഇതുണ്ട്, 2 വരവ്. അപ്പോൾ ആ സൈഡിൽ അവിടെ ഉണ്ടായിരുന്നു. ഉണ്ട്. ആ സൈഡിൽ ആ സമയത്ത് നമ്മളെന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ ഞങ്ങളെ വരവ് വരുന്നേരോ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വരവ് വരിക, നമ്മുടെ ദേശത്തു നിന്ന് ഒരു വരവ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. അപ്പോൾ അവിടെ എത്തുന്ന സമയത്താണ് ഈ കാര്യം നടന്നത്. അത്ര ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആന ഇടഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഓട്ടവും കാര്യത്തിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ആ വരുന്ന ഭാഗത്ത് നിന്ന് പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആന അമ്പലമുള്ള കാലത്തുള്ള ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ് ഇടിഞ്ഞ് വീണിട്ടുള്ള ഇതാണ് ഇത്രയും 3 മരണം ഇപ്പം പറയുന്നത് തന്നെ. ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം ചില വെടിക്കെട്ടുകൾ നടത്താനുള്ള ഇഷ്ടംപോലെ സ്ഥലം, ഗ്രൗണ്ട് കാര്യങ്ങൾ നമ്മുടെ സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒന്നും ചെയ്യാണ്ട് ഇവര് അമ്പലത്തിന്റെ ആ കുളത്തിന്റെ ഭാഗത്ത് വെച്ചിട്ട് ആരാ എന്താ കാര്യം എന്ന്. രാഹുൽ KV കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. രാഹുൽ, ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി ഒരു ആഹ്ലാദ നിമിഷത്തിനിടെ ഉണ്ടായ ആ ദുരന്തം, ആന ഇടഞ്ഞുണ്ടായ ആ അപകടം കവർന്നത് 3 ജീവനാണ്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ നാട്ടുകാർ തന്നെ നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് വലിയ തോതിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വെടിക്കെട്ട് ഗ്രൗണ്ടിലോ മറ്റോ നടത്താതെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്ര പരിസരത്ത് തന്നെ നടത്തുകയായിരുന്നു. അത് കേട്ട് ആ ശബ്ദം കേട്ടാണ് ആനകൾ വിരണ്ടോടുന്ന സാഹചര്യവും തുടർന്നുണ്ടായ ഈ അപകടവും മരണവും ഉണ്ടായത് എന്നാണ് വലിയ തോതിലുള്ള വിമർശനമാണ് ഉയരുന്നത്. രാഹുൽ, മേവാൻ അത്യന്തം ദുഃഖകരമായ അപകടമാണ്. മുൾമുനയിലായ മണിക്കൂറുകളായിരുന്നു. ക്ഷേത്രോത്സവം ഇന്നലെ സമാപിക്കേണ്ട സമാപന ദിവസമായിരുന്നു. അപ്പം തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരവുകൾ കൂടി എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് മേവാൻ ഈ ക്ഷേത്രമുറ്റത്തും പരിസരത്തും ഉണ്ടായ ആളുകൾ സ്ഥലങ്ങളിൽ നിന്നുള്ള വരവ് ക്ഷേത്ര പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ അപകടം. ഈ വരവ് ക്ഷേത്ര കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലേറെ ആളുകൾ സ്ഥലത്ത് ഉണ്ടാവേണ്ടത് ആയിരുന്നു താനും. അതിനു മുൻപാണ് ആനകൾ ഇടഞ്ഞത് എന്നത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്ന ഒന്നാണ്. ക്ഷേത്രത്തിൽ വെടിക്കെട്ടല്ല നടന്നത്. ഈ വരവ് വരുന്നതിന്റെ ഭാഗമായി അവിടെ ആളുകൾ പടക്കം പൊട്ടിച്ചതാണ്. അപ്പൊ ഈ പടക്കത്തിന്റെ ശബ്ദം കേട്ട് ആന വിരണ്ടതോടിയതാണ് എന്നാണ് ദൃക്സാക്ഷികളിൽ ചിലർ പറയുന്നത്. ബാക്കിയുള്ളവർ അത് നിഷേധിക്കുക ചെയ്യുന്നുണ്ടും താനും. അതിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ 8 മണിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കും. അതിനുശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. പരിക്കേറ്റവർ ചികിത്സയിലാണുള്ളത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 12 പേരുണ്ട്. അവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ആശുപത്രി അധികൃതർ, അതുപോലെ ആരോഗ്യമന്ത്രി വീണ ജോർജ്
ഇന്നലെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ആന ഇങ്ങനെ ഈ വിധത്തിൽ വിരണ്ടോടാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതടക്കം വനം വകുപ്പ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തര റിപ്പോർട്ടാണ് തേടിയത്. നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്നടക്കമാണ് പരിശോധിക്കുന്നത്. ജില്ലാ കളക്ടറോടും സോഷ്യൽ ഫോറസ്ട്രി CCFനോടും അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ഏതായാലും ഇന്ന് തന്നെ നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രി തന്നെ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. പോലീസിന്റെയും വനം വകുപ്പിന്റെയും ഒക്കെ പ്രാഥമികമായ പരിശോധന നടന്നിട്ടുണ്ട്. ഏതായാലും ഈ റിപ്പോർട്ട് വരുന്ന സമയത്താണ് കൃത്യമായി ങ്ങൾ ആണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഈ ആനയുടെ പാപ്പന്മാരുടെ മൊഴി രാത്രിയോട് തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നതാണ്. ഏകദേശം ഒരു 6:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 2 ആനകളാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ പീതാംബരൻ, ഗോകുൽ എന്നീ പേരുള്ള ആനകളാണ് ഇടഞ്ഞത്. രണ്ടും ഈ മണക്കുളങ്ങര ക്ഷേത്രമുറ്റത്താണ് ഉണ്ടായിരുന്നത്. ഈ വരവ് എത്തുന്നതോടുകൂടി ഈ ക്ഷേത്രം വലം വെച്ച് സമീപത്ത് തന്നെയുള്ള ശിവക്ഷേത്രത്തിലേക്കാണ് ആന പോവേണ്ടുന്നത്. അതിനു മുൻപാണ് ഇടഞ്ഞത്. ആദ്യം ഈ പീതാംബരൻ എന്ന ആന ഗോകുൽ എന്ന ആനയുടെ പിറകിൽ കുത്തുകയാണ് ഉണ്ടായത്. ശേഷം ക്ഷേത്രമുറ്റത്ത് തന്നെയുള്ള ഓഫീസിന്റെ കെട്ടിടമാണ്. അവിടെ അതിന് സമീപത്തൊക്കെയായി സ്ത്രീകൾ കൂടുതലാണ്. ഇരുന്നും പിന്നെ തടിച്ചുകൂടിയുമൊക്കെ ഉത്സവം കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവർക്ക് മുകളിലേക്ക് കെട്ടിടം തകർന്നു. അതിന്റെ ഭാഗങ്ങൾ മരവും കല്ലും ഓടും ഒക്കെ വീണു. അതിനടിയിൽ പെട്ടുപോയ ആളുകളുണ്ട്. അങ്ങനെ ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ കുടുങ്ങിപ്പോയവരെ പുറത്തേക്ക് എടുക്കുകയാണ് ഉണ്ടായത്. അപ്പം ആന വരുന്ന ജീവഭയത്തിലോടി തിക്കിലും തിരക്കിലും വീണുപോയ ആളുകളാണ്. കൃത്യമായ ആനയുടെ ചവിട്ട് കൊണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുക എന്ന് തന്നെയാണ്. 3 പേർക്ക് ജീവൻ നഷ്ടമായി. സമീപത്തുള്ള ആളുകൾ തന്നെയാണ്, ഈ കുളങ്ങാട് സ്വദേശികൾ തന്നെയാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ്. ശരി രാഹുൽ, എന്തായാലും കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർക്ക് ദാരുണ മരണം സംഭവിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ 8 മണിയോടെ തുടങ്ങും എന്നാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും സംസ്കാരത്തിനായി വീട്ടുകാർക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുക. നിരവധി പേർ ചികിത്സയിലുണ്ട്. 31 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതിൽ 7 പേരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്.